വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കം ഇപ്പോൾ ചെന്നൈയിൽ നടക്കുകയാണ്. മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ DMKയുടെ നേതൃത്വത്തിൽ മഹാസമ്മേളനം ചെന്നൈയിൽ ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേതൃത്വം നൽകുകയാണ്. ഇപ്പോൾ സ്റ്റാലിന്റെ പ്രസംഗം നടക്കുകയാണ്. പ്രതിനിധിகளின் எண்ணிக்கை குறைவதன் மூலமாக நமது எண்ணங்களை சொல்வதற்கான வலிமை குறைகிறது. இந்த ஆண்டு காலமாக மணிப்பூர் மாநிலம் பற்றி எரிகிறது. 2 ஆண்டு காலமாக மணிப்பூர் மாநிலம் பற்றி எரிகிறது. அதனால் நீதிக்கான அவர்களின் குரல்கள் புறக்கணிக்கப்படுகின்றன. ஏனென்றால் நாட்டின் கவனத்தை ஈர்க்க அவர்களுக்கு அரசியல் வலிமை இல்லை. எனவே நாடாளுமன்ற தொகுதிகளின் எண்ணிக்கை குறைவது அல்லது நமது பிரதிநிதித்துவம் குறைவது என்பதை நம்முடைய அரசியல் வலிமையை குறைப்பதாகத்தான் பார்க்க வேண்டும். இது வெறும் எண்ணிக்கையை பற்றியது மட்டுமல்ல, இது நமது அதிகாரம், நமது உரிமைகள் மற்றும் நமது எதிர்காலத்தின் நலன்களை பற்றியது. பிரதிநிதித்துவம் குறைந்து வருவதால் நமது மாநிலங்கள் நமக்கு தேவையான நிதியை பெறுவதற்கு கூட போராட வேண்டி வரும். நமது விருப்பமில்லாமல் நமக்கான சட்டங்கள் வடிவமைக்கப்படும். நமது மக்களை பாதிக்கும் முடிவுகள் നമ്മെ അറിയാത്തവர்களാൽ എടുക്കപ്പെടും. ചെന്നൈയിലാണ് മണ്ഡല പുനർനിർണയത്തിനെതിരെ കേന്ദ്ര സർക്കാർ മണ്ഡല പുനർനിർണയം നടത്തുന്ന രീതികൾക്കെതിരെ തെക്കേ ഇന്ത്യയിൽ നിന്ന് വലിയൊരു പ്രതിഷേധം ഉയർന്നു വരികയാണ്. അത് പ്രധാനമായും MK സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ്. മറ്റ് മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ KB ശ്രീധരൻ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ചെന്നൈയിൽ ആരൊക്കെയാണ് ശ്രീധരൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? രാജീവ്, അഭിലാഷ്, 14 പാർട്ടികൾ DMK ഉൾപ്പെടെ 14 പാർട്ടികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. DMK ആണ് യോഗം വിളിച്ചിരിക്കുന്നത്, നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഏതായാലും ദക്ഷിണേന്ത്യയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വലിയ പ്രതിഷേധം, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഈ യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച്, മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക ഉത്തരവൊന്നും തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉൾപ്പെടെ ഒരു പ്രതികരണം തമിഴ്നാട്ടിൽ വെച്ച് തന്നെ വരികയൊക്കെ ഉണ്ടായി. ഏറ്റവും വലിയ ആശങ്ക എന്നുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഇതിലൂടെ കുറയും എന്നുള്ള ആശങ്കയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതായത് ജനസംഖ്യാടിസ്ഥാനത്തിൽ ജനസംഖ്യാ നിയന്ത്രണം വേണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ മുൻകാലത്തെ നയം അനുസരിച്ച് അത് ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കേരളവും ഒക്കെ. ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞ പക്ഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെ കാര്യമായിട്ട് നിയന്ത്രണമൊന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. അവിടെ കൂടുതൽ പോപ്പുലേഷൻ വരുന്നു, അവിടെ കൂടുതൽ മണ്ഡലങ്ങൾ ലഭിക്കുന്നു. ഇതിലൂടെ BJPക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും എന്നുള്ളൊരു ആശങ്കയാണ് സ്വാഭാവികമായിട്ടും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വെക്കുന്നത്. നേരത്തെ ഇത് DMK മാത്രമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെ ഒരു പൊതു ശബ്ദമായി ഉയർത്താൻ സ്വാഭാവികമായിട്ടും MK സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ പട്ടിക എടുത്താൽ തന്നെ ഇതിൽ ഒഡീഷയിൽ നിന്ന് ബിജു ജനതാദൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്ന് BRS ഭാരത് രാഷ്ട്ര സമിതി പങ്കെടുക്കുന്നു. കേരളത്തിൽ നിന്ന് CPM, CPI, കേരള കോൺഗ്രസ് M, RSP, അങ്ങനെ പാർലമെന്റിൽ പ്രാതിനിധ്യമുള്ള ഓരോ പാർട്ടികളെയും. പശ്ചിമ ബംഗാളിന്റെ പ്രാതിനിധ്യമുണ്ടോ? മമതാ ബാനർജി എത്തില്ലെങ്കിലും പ്രതിനിധിയെ അയക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. മറ്റേതെല്ലാം കക്ഷികളാണ് ദക്ഷിണേന്ത്യൻ കക്ഷികളെ കൂടാതെ പങ്കെടുക്കുന്നത്? ഒപ്പം പഞ്ചാബിൽ നിന്ന് പ്രതിനിധികളുണ്ടോ? പഞ്ചാബിൽ നിന്ന് ആം ആദ്മി പാർട്ടി, അതായത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശിരോമണി അകാലിദളും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ യോഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അസാന്നിധ്യം എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിന് തന്നെയാണ്. പ്രത്യേകിച്ച് BJPക്കെതിരെ പട നയിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ തൃണമൂൽ കോൺഗ്രസിനും കൂടി ഇതിൽ ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധികളൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു അസാന്നിധ്യം തന്നെയാണ്. അതായത് പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ, അതിന് ഏറ്റവും വലിയ മുഖമായി നിൽക്കുന്ന മമതാ ബാനർജിയുടെ പാർട്ടിയുടെ അസാന്നിധ്യം ഈ യോഗത്തിൽ കാര്യമായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് മറ്റ് ഒരു പ്രധാന അജണ്ട എന്നുള്ള ഒരു കർമ്മസമിതി ഇക്കാര്യത്തിൽ എന്ത് വേണം, ഭാവി എങ്ങനെയായിരിക്കണം ഈ കൂട്ടായ്മയുടെ, അത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാവണമെന്ന് വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവും, ഒരു കർമ്മസമിതി ഉണ്ടാകും. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് ഒരു പ്രമേയവും കൂടി ഉണ്ടാകുമെന്നാണ് DMK വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ശബ്ദം ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. ഏതായാലും യോഗം ഇപ്പോൾ ആരംഭിച്ചു. ശ്രീധരൻ, അവിടെ യോഗം തുടങ്ങി കഴിഞ്ഞു. അവിടെ ഒരുപക്ഷെ BJP പോലുള്ള പാർട്ടികൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഈ യോഗത്തെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നടപടി അതിൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് BJPയും RSSും പറയുന്നത്. ഇന്നലെ ബംഗളൂരുവിൽ അഖില ഭാരതീയ പ്രതിനിധി സഭാ യോഗം RSSന്റെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിൽ ഇന്നലെ തന്നെ അവർ പറഞ്ഞു ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ആശങ്കയാണ്. ഈ പുനർനിർണയത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള നീതി നിഷേധവും ഉണ്ടായിരിക്കില്ല, ഒരു പാർട്ടിക്കും ഒരു പ്രദേശത്തിനും ഉണ്ടാവില്ല. ഒരു ഭാഷാ നയത്തിലും RSS ഒക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും BJPയുടെ നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. അല്പസമയം മുൻപ് കെ അണ്ണാമലയുടെയും അതുപോലെ തന്നെ തമിഴിസൈ സൗന്ദരരാജന്റെ പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കളാണ് തമിഴ്നാട്ടിലെ, അവരുടെ വസതികളിൽ കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു പ്രതിഷേധം പുരോഗമിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ ഗ്രാമാന്തരങ്ങളിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും BJP പ്രവർത്തകർ, പൊതുജനങ്ങൾ ഇവരെ കറുത്ത വസ്ത്രം അണിഞ്ഞ് ഇതിനെതിരെ പ്രതിഷേധിക്കണം, തമിഴ്നാട് സർക്കാരിന്റെ പല നടപടികൾക്കെതിരെ പ്രതിഷേധിക്കണം എന്നുള്ളൊരു ആഹ്വാനമാണ് BJP ഇന്ന് നടത്തുന്നത്. അതായത് സംസ്ഥാനത്ത് നിരവധി വിഷയങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണ് MK സ്റ്റാലിൻ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്നാണ് അണ്ണാമലൈ പറയുന്നത്. ഒരു പടി കൂടി അദ്ദേഹം കടന്നു പറയുന്നുണ്ട്. തൊട്ടയൽ സംസ്ഥാനങ്ങളായ കർണാടകയുമായും കേരളവുമായും പരിഹരിക്കേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. അതായത് മുല്ലപ്പെരിയാർ വിഷയം ഉണ്ട്, കർണാടകയുമായി ഹോസൂരിലേക്ക് മെട്രോ ട്രെയിൻ നീട്ടുന്ന വിഷയമുണ്ട്, മേക്കദാട്ട് പ്രൊജക്റ്റുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ ചർച്ചയും ഈ മുഖ്യമന്ത്രി നടത്തുന്നില്ല. പക്ഷേ അതിന് പകരം ഇത്തരത്തിലൊരു നാടകം കളിക്കുകയാണ് എന്നുള്ള ഒരു വിമർശനമാണ് BJP വിമർശിക്കുന്നുണ്ട്. വളരെ സുപ്രധാനമായ ഒരു യോഗമാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടങ്ങിയ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 14 കക്ഷികൾ മണ്ഡല പുനർനിർണയത്തിനെതിരെ ചെന്നൈയിൽ ആദ്യത്തെ വലിയ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു.